ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 13 നമ്മൾ പഠിക്കുന്നത്. ശ്ലോകം 26 മുതൽ ഇന്ന് നമ്മൾ നോക്കാം. അപ്പോൾ ധൃതരാഷ്ട്രർ വീട് വിട്ടു പോകുന്ന കാര്യം പറയുന്ന ഒരു അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏകദേശം പകുതിയായി. ഇനിയും കുറേ ശ്ലോകങ്ങളുണ്ട് ഈ ഒരു അധ്യായത്തിൽ. 26-ാമത്തെ ശ്ലോകം. ഗതാ സ്വാർത്ഥം ഇമം ദേഹം വിരക്തോ മുക്തബന്ധനഃ അവിജ്ഞാതാ ഗതിർ ജഹ്യാത് സാ വൈ ധീരാ ഉദാഹൃതഃ. ഗതാ സ്വാർത്ഥം ഇമം ദേഹം വിരക്തോ മുക്തബന്ധനഃ അവിജ്ഞാതാ ഗതിർ ജഹ്യാത് സാ വൈ ധീരാ ഉദാഹൃതഃ. ഗതാ സ്വാർത്ഥം ഇമം ദേഹം വിരക്തോ മുക്തബന്ധനഃ അവിജ്ഞാതാ ഗതിർ ജഹ്യാത് സ വൈ ധീരാ ഉദാഹൃതഃ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധനഃ അവിജ്ഞാത ഗതിർജഹ്യാത് സ വൈ ധീര ഉദാഹൃതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധനഃ അവിജ്ഞാത ഗതിർജഹ്യാത് സ വൈ ധീര ഉദാഹൃതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധനഃ അവിജ്ഞാത ഗതിർജഹ്യാത് സ വൈ ധീര ഉദാഹൃതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധനഃ അവിജ്ഞാതാ ഗതിർജഹ്യാത് സ വൈ ധീര ഉദാഹൃതഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധനഃ അവിജ്ഞാത ഗതിർജഹ്യാത് സ വൈ ധീര ഉദാഹൃതഃ. ഹരേ കൃഷ്ണ. എല്ലാവരും
यतस्वार्थमिमं देहं विरक्तो मुक्तबन्धनः अविज्ञातगतिर्जह्यात् स वै धीर उदाहृतः। हरे कृष्ण। प्रभो गतस्वार्थमिमं देहं विरक्तो मुक्तबन्धनाः अविज्ञादागदुर्जह्यात् सा वै धीरा उदाहृदाः। हरे कृष्ण। हरे कृष्ण प्रभुजी प्रणाम। गतस्वार्थमिमं देहं विरक्तो मुक्तबन्धनः अविज्ञातगतिर्जह्यात् स वै धीर उदाहृतः। हरे कृष्ण। താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം വായിക്കട്ടെ പ്രഭുജി. വായിക്കും. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭാതിക്ക് ജയ്. ഭൗതിക ശരീരം ഉപയോഗശൂന്യമായി തീരുമ്പോൾ എല്ലാവിധ ബാധ്യതകളിൽ നിന്നും സ്വതന്ത്രമായി വിജനമായൊരു അജ്ഞാത സ്ഥലത്ത് ജീവൻ പരിത്യജിക്കുന്ന ഒരുവനെ അപ്രക്ഷുബ്ധൻ അഥവാ ധീരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭാവാർത്ഥം. ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലെ മഹാഭക്തനും ആചാര്യനുമായ നരോത്തമദാസ ഠാക്കൂർ ഇപ്രകാരം പറയുകയുണ്ടായി. അല്ലയോ എന്റെ പ്രഭുവെ, ഞാൻ എന്റെ ജീവിതം വെറുതെ പാഴാക്കി കളഞ്ഞു. മനുഷ്യ ശരീരത്തിന്റെ ആനുകൂല്യം ആർജിച്ച ശേഷവും അങ്ങയുടെ വിഭുത്വം ആരാധിക്കുന്നതിൽ ഞാൻ ഉപേക്ഷ വരുത്തി. അതുകൊണ്ട് തന്നെ സ്വ ഇച്ഛയാൽ വിഷം പാനം ചെയ്തു. അന്യഥ മനുഷ്യ ശരീരം വിശേഷിച്ചും ഭക്തിയുടെ സേവന ജ്ഞാനം വർദ്ധിപ്പിക്കാനായി ഉദ്ദേശിച്ചുള്ളതാകുന്നു. ഭക്തിയുടെ സേവന ജ്ഞാനം അഥവാ ഭക്തിയുടെ സേവന അനുഷ്ഠാനമില്ലാത്ത ജീവിതം ഉത്കണ്ഠാഭരിതവും ദുരിതസമ്പൂർണവുമായി തീരുന്നു. ആകയാൽ അത്തരം പ്രബുദ്ധമായ കാമപ്രവർത്തനങ്ങളിൽ വ്യാപൃതമാക്കാതെ ജീവിതം പാഴാക്കി കളഞ്ഞവർ മിത്രങ്ങളുടെയോ ബന്ധുജനങ്ങളുടെയോ അറിവോ സമ്മതമോ കൂടാതെ ഭവനം ഉപേക്ഷിച്ച് സമൂഹം, കുടുംബം, രാജ്യം തുടങ്ങിയ സർവ്വ ബാധ്യതകളിൽ നിന്നും സ്വതന്ത്രമായി അജ്ഞാതമായ സ്ഥലത്ത് മനുഷ്യ ശരീരം ത്യജിക്കണം. അങ്ങനെയാകുന്ന പക്ഷം എവിടെ വെച്ച് എപ്രകാരം മരണത്തെ വരിച്ചുവെന്ന് മറ്റാരും അറിയാൻ സാധ്യതയില്ല. ആകയാലാണ് അത്തരുണത്തിൽ ഭൗതിക ശരീരം ഉപേക്ഷിക്കണമെന്ന് ഉപദേശിക്കുന്നത്. ധീര എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ മതിയായ പ്രകോപന ഹേതു ഉണ്ടായിരുന്നാൽ പോലും ചിത്തവിക്ഷോഭമുണ്ടാകാത്തവൻ എന്നതാകുന്നു. പത്നിയോടും മക്കളോടുമുള്ള സ്നേഹനിർഭരമായ ഗാഢബന്ധ ഹേതുവാൽ ഒരാൾ സുഖതമായ കുടുംബജീവിതം ഉപേക്ഷിക്കാൻ അശക്തനായി തീരുന്നു. കുടുംബത്തോടുള്ള അത്തരം അമിത സ്നേഹം ആത്മസാക്ഷാത്കാരത്തിന് പ്രതിബന്ധമാകുന്നു. അത്തരം ബന്ധങ്ങളെ പൂർണ്ണമായും വിസ്മരിക്കാൻ കഴിയുന്ന ഒരാളെ ധീരൻ എന്ന് വിശേഷിപ്പിക്കാം. എങ്കിലും ഇത് അവരുടെ വിഫലമായ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ആത്മപരിത്യാഗ പന്ഥാവാണ്. എന്നാൽ അത്തരം ആത്മപരിത്യാഗത്തിൽ സ്ഥിരത കൈവരുന്നത് പ്രാമാണികരായ ഉത്തമ വിശ്വാസയോഗ്യരായ ദിവ്യന്മാരുടെയും ആചാര്യന്മാരുടെയും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തികളുടെയും സംസർഗം മുഖേനയാകുന്നു. അത്തരം ഭഗവത് ഭക്തരുടെ സത്സംസർഗത്തിലൂടെ ഭഗവാന്റെ പ്രേമയുത ഭക്തി നിർഭര സേവനത്തിൽ നിരതമായി തീരാൻ കഴിയുന്നു. സേവിക്കാനുള്ള അതീന്ദ്രിയ ബോധത്തെ ജാഗരൂകമാക്കുമ്പോഴാണ് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ആത്മാർത്ഥമായ ആത്മസമർപ്പണം സാധ്യമാകുന്നത്. ഈ പ്രായോഗിക തലത്തിൽ സാധ്യമാകുന്നത് ഭഗവാന്റെ ശുദ്ധ ഭക്തരുടെ സംസർഗത്തിലൂടെ മാത്രമാകുന്നു. ഈ വിഫല ജീവിതത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ വിതുരരുടെ യഥാർഹമായ സംസർഗം ആകത്തക്ക വിധം വിതുരരെ ഭ്രാതാവായി ലഭിക്കാൻ തക്ക മഹാഭാഗ്യവാനായിരുന്നു ധൃതരാഷ്ട്ര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, അതായത് ഒരു പ്രായമായി കഴിഞ്ഞാൽ, സമയമായി കഴിഞ്ഞാൽ, അതായത് ഏകദേശം മരിക്കാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്തൊരവസ്ഥയാവുമ്പോൾ പറയുന്നു, ആക്ച്വലി വർണ്ണാശ്രമ ധർമ്മപ്രകാരം വാനപ്രസ്ഥം എന്ന് പറയുന്നൊരു ആശ്രമമുണ്ട് അല്ലേ. വാനപ്രസ്ഥം എന്ന് പറയുന്നൊരു സമയം എല്ലാവർക്കും വരേണ്ടതാണ്. അതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഇന്നത്തെ കാലത്തെ പോലെ മരിക്കുന്നവരെ വീട്ടിൽ ഇരിക്കുക എന്നുള്ളതല്ല. വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെറുതെ അല്ല ഇരിക്കുന്നത്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഞാൻ പറയുന്നില്ല എന്തൊക്കെയാണെന്നുള്ളത്, എന്നാലും നമുക്കറിയാം പല അറ്റാച്ച്മെൻറ്റ്സും ഉണ്ടാവും. ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, മറ്റുള്ള സംഭവങ്ങളായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. റിട്ടയർഡ് ലൈഫ് എന്ന് പറയുമ്പോൾ എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള സമയം എന്നുള്ളൊരു ധാരണയിൽ പല ആൾക്കാരും സമയം പാഴാക്കുന്നുണ്ട്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ 75-80 വയസ്സായിട്ടുള്ള ആളുകൾ പോലും അവരും, അതായത് തീരെ വയ്യാതെയായിട്ടുള്ള അവസ്ഥയാണെങ്കിലും എത്ര പ്രായമായാലും അവരും ക്ലബിലേക്ക് പോകുന്നു, പബ്ബിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. കാര്യം എത്ര പ്രായമായിട്ടും ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങൾ
അത് ആസ്വദിച്ച് മതിയായിട്ടില്ല. അതാണ് പ്രശ്നം. കാര്യം മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം അറിയാത്തത് കൊണ്ടാണ്. മനുഷ്യജന്മം എന്തിനാണ് ഭഗവാൻ തന്നിട്ടുള്ളത് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു, ഒരു സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉപയോഗശൂന്യമായി നമ്മുടെ ശരീരം എന്ന് മനസ്സിലായി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും വിട്ടുപോയി ആരുമില്ലാത്ത സ്ഥലത്ത് പോവുക. ഉദ്ദേശിക്കുന്നത് വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു ആ ആശ്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. ബേസിക്കലി വിട്ടുപോയിട്ട് എന്താണ് ചെയ്യുന്നത്? വെറുതെ ഇരിക്കുകയല്ല, ഭഗവാനെ ധ്യാനിക്കുക. അതാണ് ഉദ്ദേശം. അതാണ് വാനപ്രസ്ഥത്തിൻ്റെ ഉദ്ദേശം. ഇവിടെയും വിദുരർ പറയുന്നത്, ധൃതരാഷ്ട്രരോട് പറയുന്നത് തന്നെയാണ്. കാര്യം ധൃതരാഷ്ട്രർ ആക്ച്വലി ആവശ്യത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് പ്രായവും കൂടുതലായി. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് അസുഖങ്ങളുണ്ട്, പല്ലുകൾ കൊഴിഞ്ഞാറായി, മറ്റുള്ള അസുഖങ്ങളും മറ്റുള്ള ബോഡിയെല്ലാം വീക്കായി. ഇനി എന്തിനാണ് ഇവിടെ ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നാണ് വിദുരർ ചോദിക്കുന്നത്, അല്ലേ? ധൃതരാഷ്ട്രരെ അദ്ദേഹം എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഈ മനുഷ്യ ശരീരം തന്നിട്ടുള്ളത് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാനും അവസാനം ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം വെറുതെ നശിപ്പിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അതാണ്, എല്ലാവരും ചെയ്യുന്നത് അതാണ്. ശ്രീല നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നു, അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ട് അദ്ദേഹം പറയുന്നതാണ്, എൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ച് കളഞ്ഞു, ഒരുപാട് സമയം ഞാൻ പാഴാക്കി കളഞ്ഞു, അറിഞ്ഞുകൊണ്ട് ഞാൻ വിഷം എടുത്ത് കുടിച്ചു, ഞാൻ അങ്ങയുടെ ആരാധനയെല്ലാം അങ്ങയെ ആരാധിക്കേണ്ട സമയത്ത് അതൊന്നും ചെയ്യാതെ, ഭക്തിയുത സേവനങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ ഞാൻ വെറുതെ വിഷമാകുന്ന ഭൗതിക ഇന്ദ്രിയ സുഖഭോഗങ്ങളെ കുടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആക്ച്വലി നരോത്തം ദാസ് ഠാക്കൂർ അങ്ങനെ ചെയ്തിട്ടാണോ പറയുന്നത്? അല്ല. നരോത്തം ദാസ് ഠാക്കൂർ ശുദ്ധഭക്തനാണ്. എന്നാൽ വിനയത്തോടു കൂടി അദ്ദേഹം പറയുന്നതാണ്. ആക്ച്വലി ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം നമുക്ക് അപ്ലിക്കബിളാണ് ബേസിക്കലി. അപ്പോൾ നരോത്തം ദാസ് ഠാക്കൂർ നരോത്തം ദാസ് ഠാക്കൂർ അത് എഴുതിയിട്ടുണ്ടെങ്കിലും ആക്ച്വലി നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ തോന്നേണ്ടതാണ് ഇത്. കാര്യം അദ്ദേഹം സമയം പാഴാക്കിയിട്ടില്ല, അദ്ദേഹം ഭൗതിക ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടിയിട്ടില്ല. അദ്ദേഹം ശുദ്ധഭക്തനാണ്. അദ്ദേഹം ഭഗവാന്റെ നിത്യപാർഷദനാണ്. മാത്രമല്ല അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ലീലയിൽ ചൈതന്യ മഹാപ്രഭു പോയതിന് ശേഷം അല്ലെങ്കിൽ ഉടനെ തന്നെ വന്നിട്ടുള്ളതാണ് ശ്രീ നരോത്തം ദാസ് ഠാക്കൂർ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കൃപ കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് നരോത്തം ദാസ് ഠാക്കൂർ. ശ്രീല നരോത്തം ദാസ് ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ ചൈതന്യ മഹാപ്രഭു പ്രഖ്യാപിച്ചിരുന്നു, നരോത്തം എന്ന് പറയുന്ന എൻ്റെ ഒരു ഭക്തൻ ഇനി വരുമെന്നുള്ളത്. ഒരു ദിവസം മഹാപ്രഭു രാത്രി കരയുമായിരുന്നു, നരോത്തം 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 എന്ന് വിളിച്ച്. അപ്പോൾ എല്ലാവരും കൂടി ചോദിച്ചു, ആരാണ് ഈ നരോത്തം? ഇതുവരെ കേൾക്കാത്തൊരു പേര്. ഒരുപാട് ഭക്തരുണ്ട്, ഒരുപാട് പാർഷദരുണ്ട്. എന്നാൽ നരോത്തം എന്ന് പറയുന്നൊരു ഭക്തനെ ആർക്കും അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഡിവോട്ടീസ് നോക്കുവാണ്, ആരാണ് ഈ നരോത്തം? ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഇന്ന സ്ഥലത്ത് ഉടനെ തന്നെ അദ്ദേഹം വരുമെന്നുള്ളത്. അപ്പോൾ ഏകദേശം ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവസാനം സമയത്ത് അദ്ദേഹം ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്തിരുന്നു ഇങ്ങനൊരു മഹാഭക്തൻ വരുമെന്നുള്ളത്. അത് പിന്നെ ഒരുപാട് കഥകളുണ്ട്. നരോത്തം ദാസ് ഠാക്കൂറിൻ്റെ തിരോഭാവോ ആവിർഭാവ തിഥിയിലോ നമുക്ക് ചർച്ച ചെയ്യാം. വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ബിഹാഫിൽ പറയുന്നതാണ് ബേസിക്കലി. അപ്പോൾ ജീവിതം നശിപ്പിച്ച് കളയാനുള്ളതല്ല, ഭക്തി സേവനങ്ങൾ ചെയ്യുവാനുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവസരം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ധൃതരാഷ്ട്രരുടെ അവസ്ഥ നോക്കുവാണെങ്കിൽ, ധൃതരാഷ്ട്രർ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും അല്ലെങ്കിൽ ആ ഒരു രാജ്യവും ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മക്കൾ പറയുന്നതനുസരിച്ച് എല്ലാ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കും കൂട്ടുനിന്നു. പിന്നെ ഒരുപാട് തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ അവസാന സമയത്ത് അദ്ദേഹത്തിൻ്റെ മഹാസൗഭാഗ്യം നോക്കൂ, അദ്ദേഹത്തിൻ്റെ അനുജൻ ശുദ്ധഭക്തനായിട്ടുള്ള വിദുര മഹാത്മാ അദ്ദേഹം അവിടെ വന്ന്
ധൃതരാഷ്ട്രർക്ക് ഉപദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശ്രീലപ്രഭാജി ഈ ഒരു ഭാവാർത്ഥത്തിൻ്റെ അവസാനത്തോടു കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരേ ഒരു മാർഗമേ ഉള്ളൂ നമുക്ക് ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ, ഭൗതിക ലോകത്തിലെ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്താണ് ആ മാർഗം? ശുദ്ധഭക്തരുടെ സംഘം, ശുദ്ധഭക്തരുടെ അസോസിയേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ശുദ്ധഭക്തർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് നമുക്ക് ചേഞ്ചസ് ഉണ്ടാവും, നമ്മൾ മാറുന്നത്. അല്ലെങ്കിൽ അവരുടെ മഹാകൃപ കൊണ്ടാണ് ഭക്തി മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, ലക്ഷ്യത്തിലേക്ക് എത്തുവാനും സാധിക്കുന്നത്. ഇവിടെ ധൃതരാഷ്ട്രരുടെ കാര്യത്തിൽ അദ്ദേഹം മഹാഭാഗ്യം ചെയ്തിട്ടുള്ള ആളാണ്. കാര്യം അദ്ദേഹം മരിക്കുന്നേക്കാൾ മുമ്പ് ഇത്രയും വരിഷ്ഠനായിട്ടുള്ള ഭക്തനായിട്ടുള്ള ഒരു അനുജൻ, ഒരു ബ്രദർ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുന്നു. ഇതേപോലെ ഓരോ ശുദ്ധഭക്തർ, ഏതെങ്കിലും ശുദ്ധഭക്തർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മഹാസൗഭാഗ്യമാണ്. ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശീലപ്രഭാജിയുണ്ട്, ശുദ്ധഭക്തനാണ്. ശീലപ്രഭാജി നേരിട്ട് നമ്മളോട് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാവാർത്ഥത്തിലൂടെ. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയും പ്രഭുപാദനെ ഞാൻ കണ്ടിട്ടില്ല, പ്രഭുപാദനെ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഒന്നും പറയാനില്ല ആ മഹാസൗഭാഗ്യത്തെക്കുറിച്ച്. എന്നാൽ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയമാണ്. അദ്ദേഹം പറയാറുണ്ട്, പ്രഭുപാദി പറയാറുണ്ട്, ശിലപ്രഭുപാദി എപ്പോഴും പറയും, എൻ്റെ ഹൃദയമാണ് ഈ ഭാവാർത്ഥമെല്ലാം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ് ഇതെല്ലാം. ഭഗവാൻ പറഞ്ഞുകൊടുത്ത് ഡിക്റ്റേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളാണ്. അതുകൊണ്ട് ശ്രീലപ്രഭുപാദി നമ്മളോട് നേരിട്ട് പറയുന്ന പോലെയാണ് ഇതെല്ലാം. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിനെല്ലാം. അതുകൊണ്ട് പ്രഭുപാദിൻ്റെ അസോസിയേഷൻ നമുക്കുണ്ട് തീർച്ചയായിട്ടും. അതേപോലെ വരിഷ്ഠരായിട്ടുള്ള വേറെയും ഭക്തരുണ്ട്, പ്രഭുപാദിൻ്റെ ഡിസൈപ്പിൾസും നമ്മുടെ ഗുരുജനങ്ങളും, അതേപോലെ വേറെ വരിഷ്ഠരായിട്ടുള്ള ഭക്തരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തരുടെയൊക്കെ ഒരു അസോസിയേഷൻ, സംഘം കിട്ടുവാണെങ്കിൽ ഭക്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതേ ഉള്ളൂ മാർഗം, അല്ലാതെ വേറെ മാർഗമില്ല. അപ്പോൾ അതുകൊണ്ട് അസോസിയേഷൻ എന്ന് പറയുന്നത് നല്ല ഭക്തരായിട്ടുള്ള അസോസിയേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭക്തരുടെ അസോസിയേഷൻ വളരെ വളരെ അത്യാവശ്യമാണ്. അവരിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ നാമത്തെക്കുറിച്ച്, ഭഗവാന്റെ ക്വാളിറ്റീസും എല്ലാം കൃഷ്ണകഥ, ഹരികഥ അവരിൽ നിന്ന് കേൾക്കുന്നു, ഉപദേശങ്ങൾ അവരിൽ നിന്ന് എടുക്കുന്നു. എന്നിട്ട് അവർ പറയുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ആചരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നു. അവസാനം ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോകാനും സാധിക്കുന്നു. ശ്രീ ഗുരു നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ അത്യാവശ്യമാണ് അങ്ങനെയൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വേണമെന്നുള്ളത്. ഇവിടെ ധൃതരാഷ്ട്രരുടെ കാര്യത്തിൽ അദ്ദേഹം ഭാഗ്യം ചെയ്തിട്ടുണ്ട്. വിതുരരെ പോലെ ഒരു മഹാഭക്തനാണ് കൂടെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത്, വേണ്ട സമയത്ത് അദ്ദേഹം അവിടെ എത്തി. അല്ലേ? അതാണ് ശ്ലോകം 27. സ്വകാത് പരതോ വേഹ, സ്വകാത് പരതോ വേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത് സ നരോത്തമഃ. യസ്വകാത്പരതോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത് സ നരോത്തമഃ. ഹരേ കൃഷ്ണ. യസ്വകാത്പരതോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത് സ നരോത്തമഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. യേ സ്വകാത് പരതോ വേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത് സ നരോത്തമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യാ സ്വകാത് പരതോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത് സ നരോത്തമഃ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. വിവർത്തനം വായിക്കണോ പ്രഭു? വായിക്കൂ. ഹരേ കൃഷ്ണ.
Vivartanam and Bhavatam by His Divine Grace, A.C. Bhaktivedanta Swami Prabhupada, Srila Prabhupada ki jai. ആരാണോ സ്വന്തം ഉണർവാലോ മറ്റുള്ളവരുടെ പ്രേരണയാലോ ഈ ഭൗതിക ജീവിതം മിഥ്യയെന്നും ക്ലേശഭരിതമെന്നും മനസ്സിലാക്കി ഭവനം ഉപേക്ഷിച്ച് സ്വന്തം അന്തരംഗത്തിൽ വസിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് അയാൾ നിശ്ചയമായും ഒരു ഉത്തമ വ്യക്തിയാണ്. ഭാവാർത്ഥം: 1. ധീരൻ അഥവാ യാതൊരുവിധ കുടുംബ ബന്ധങ്ങളെയും കുറിച്ച് ആകുലചിത്തനാകാത്തവൻ അഥവാ ഏത് പരിതസ്ഥിതിയിലും ചിത്തവിക്ഷോഭം ഉണ്ടാകാത്തവൻ. 2. പരിത്യാഗ ജീവിതക്രമം സ്വീകരിച്ചവൻ അഥവാ വികാരങ്ങൾക്ക് അതീതനായ സന്യാസി. 3. ശ്രവണ കീർത്തന ജപപ്രക്രിയയിലൂടെ ഭഗവത് അവബോധം ഉണർത്തി അന്തരംഗത്തിൽ അധിവസിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായും ആശ്രയിച്ച് ഭവനം ഉപേക്ഷിക്കുന്ന ഒരു ആത്മാർത്ഥ ഭഗവത് ഭക്തൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലുള്ള അതീന്ദ്രിയവാദികളുണ്ട്. ഭൗതിക ലോകത്തെ ഭാവതാരല്യം ഭഞ്ജിച്ച ജീവിതത്തിന് ശേഷമുള്ള പരിത്യാഗ ജീവിതക്രമം ആത്മസാക്ഷാത്കാര പന്താവിലേക്കു കാൽവെപ്പാകുന്നു. എന്നാൽ ഏവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി നിവസിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായും ആശ്രയിക്കുന്നതിന് യത്നിക്കുമ്പോഴാണ് മോക്ഷമാർഗത്തിലേക്കുള്ള യഥാർത്ഥ പരിപൂർണത പ്രാപ്തമാകുന്നത്. ഭവനം ഉപേക്ഷിച്ച് കൊടുംവനത്തിൽ ഏകനായി ജീവിക്കണം. അപ്പോൾ സ്ഥിരപ്രതിഷ്ഠനായ ഒരാൾ താൻ ഏകനല്ലെന്ന സത്യം പൂർണ്ണമായും മനസ്സിലാക്കുന്നു. പരമദിവ്യോത്തമ പുരുഷൻ തന്നോടൊപ്പമുണ്ടെന്നും എത്ര വിഷമമേറിയ പരിതസ്ഥിതിയിലും ഭഗവാൻ തന്റെ ആത്മാർത്ഥ ഭക്തനെ സംരക്ഷിക്കുമെന്നും ഭഗവാന്റെ ഭക്തന് പൂർണ്ണ വിശ്വാസമുണ്ട്. ആകയാൽ ഭഗവാന്റെ ദിവ്യമായ നാമം, ഗുണം, രൂപം, ലീലകൾ, പാർഷദർ മുതലായവയെ സംബന്ധിച്ചിടത്തൊക്കെയും ശുദ്ധ ഭഗവത് ഭക്തരോടൊപ്പം സംയുക്തമായി ആലപിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്ത് ഭവനത്തിൽ ഭഗവാന്റെ ഭക്തിയുത സേവന പരിശീലനത്തിൽ വ്യാപൃതനാകണം. മാത്രവുമല്ല, ഈ വിധത്തിലുള്ള പരിശീലനം ഒരുവന്റെ ഉദ്ദേശത്തോടുള്ള ആത്മാർത്ഥതയ്ക്കനുസൃതമായി അയാളിൽ ഈശ്വരാവബോധത്തെ ഉണർത്തുവാൻ സഹായിക്കും. ഏവരുടെയും അന്തരംഗത്തിൽ ഉപസ്ഥിതനെങ്കിലും അവണ്ണമുള്ള ഭക്തിയുത സേവനത്താൽ ഭൗതികക്ഷേമം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പരമദിവ്യോത്തമ പുരുഷനെ ആലംബമായി കരുതാൻ കഴിയുന്നതല്ല. മാത്രവുമല്ല, ഭൗതികക്ഷേമത്തിനായി ഭഗവാനെ ആരാധിക്കുന്ന ഒരുവന് ഭഗവാൻ യാതൊരുവിധ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതല്ല. അത്തരം ഭൗതികവാദികളായ ഭക്തരെ ഭഗവാൻ ഭൗതിക ക്ഷേമത്താൽ അനുഗ്രഹിക്കുന്നു. എന്നാൽ അത്തരം ഒരുവന് മുകളിൽ പ്രസ്താവിച്ച പോലെ ശ്രേഷ്ഠ വ്യക്തി എന്ന പദവി പ്രാപ്തമാക്കാൻ കഴിയില്ല. അത്തരം ആത്മാർത്ഥ ഭക്തർക്ക് അനേകം ദൃഷ്ടാന്തങ്ങൾ ലോകചരിത്രത്തിൽ വിശേഷിച്ചും ഭാരതത്തിൽ ഉണ്ട്. ആത്മസാക്ഷാത്കാര പന്താവിലേക്കുള്ള നമ്മുടെ വഴി കാട്ടികളാണ് അവർ. വിതുരർ ഭഗവാന്റെ അത്തരമൊരു മഹാഭക്തനായിരുന്നു. ആത്മസാക്ഷാത്കാരത്തിനായി അദ്ദേഹത്തിന്റെ പത്മപദന്യാസത്തെ പിന്തുടരാൻ നാം എല്ലാവരും പരിശ്രമിക്കേണ്ടതാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം. താങ്ക് യു. മനോഹരമായിട്ടുള്ള ശ്ലോകം ഇവിടെ പറയുന്നു. നരോത്തമ. ആരാണ് നരോത്തമൻ? നരനിൽ വെച്ച്, മനുഷ്യരിൽ വെച്ച്, അല്ലെങ്കിൽ മനുഷ്യരിൽ വെച്ച് ഉത്തമനായിട്ടുള്ള വ്യക്തി ആരാണെന്ന് പറയുന്നു. നമ്മൾ ഉത്തമരായിട്ടുള്ള നരോത്തമനാവണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്താണ് പറയുന്നത്? അവർ തിരിച്ചറിയുന്നു. എന്താണ് തിരിച്ചറിയുന്നത്? ഒന്നില്ലെങ്കിൽ തനിയായിരിക്കും തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ വേറെ ആരുടെയും സഹായത്തോടു കൂടി. തനിയെ തിരിച്ചറിയുന്ന ഉദ്ദേശിക്കുന്നത് ഭഗവാൻ എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ വായിച്ചിട്ടോ എങ്ങനെയാണെന്നറിയില്ല ഒരു ബോധം വരുന്നത്, തെളിയുന്നത്, ബുദ്ധി തെളിയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ഭക്തരിൽ നിന്ന് കേട്ടിട്ടോ തിരിച്ചറിയുന്നത്. എന്താ തിരിച്ചറിയുന്നത്? ഈ ഭൗതിക ലോകം ശാശ്വതമായിട്ടുള്ള സ്ഥലമല്ല എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭഗവത് സാക്ഷാത്കാരമാണ് എന്നുള്ളതും എന്നൊക്കെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമയമാകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച്, എല്ലാ അറ്റാച്ച്മെൻറ്റ്സും ഉപേക്ഷിച്ച് ഭഗവത് സേവനങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെക്കുന്നു. അങ്ങനെയുള്ളവരാണ് നരോത്തമർ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരാണ് നരോത്തമർ. അപ്പോൾ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അധമരായി മാറും. കാര്യം നമ്മൾ ഈ മനുഷ്യജന്മം വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. നരാധമൻ ആവും. ഇവിടെ ഉത്തമനാണ്. നരോത്തമൻ, നരാധമൻ അല്ല, നരോത്തമൻ, ഓപ്പോസിറ്റ്. സോ പറയുകയാണെങ്കിൽ ഭഗവാന്റെ
ഭക്തി സേവനങ്ങളാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി എല്ലാ അറ്റാച്ച്മെൻറ്റ്സും, ഭൗതികമായിട്ടുള്ള എല്ലാ അറ്റാച്ച്മെൻറ്റ്സും അവസാനിപ്പിച്ച് പൂർണ്ണമായിട്ടും ഭഗവത് സേവനങ്ങളിലേക്ക് ജീവിതത്തെ മാറ്റിവെക്കുന്ന ആളുകൾ. ഇവിടെ പറയുന്നു വീട് വിട്ടു പോകുന്ന കാര്യം. വീട് വിട്ടു പോവോ വീട്ടിലിരുന്നിട്ടോ എങ്ങനെയാണെങ്കിലും പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഫുള്ളി നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നരോത്തമരാണെന്ന് പറയുന്നു, ഉത്തമമായിട്ടുള്ള മനുഷ്യരാണ്. കാര്യം മനുഷ്യജന്മം തന്നിട്ടുള്ള എന്തിനാണ് തന്നിട്ടുള്ളത്, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളായി മാറുന്നു, അല്ലേ? അതാണ് ഇവിടെ ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു 3 തരത്തിലുള്ള അതീന്ദ്രിയവാദികളുണ്ട് എന്നുള്ളത്. ഒന്ന്, ആദ്യം പറയുന്ന കാറ്റഗറി ധീര എന്ന് പറയുന്നു. 2 സന്യാസി. 3 ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശുദ്ധഭക്തൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതീന്ദ്രിയവാദികളാണ് എല്ലാവരും. എന്നാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തനാവുക എന്നുള്ളതാണ്, അല്ലേ? അതായത് ഭഗവാനെക്കുറിച്ച് കേട്ട്, ഭഗവാന്റെ നാമം ജപിച്ച്, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു. അങ്ങനെ നമ്മൾ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിത്യസിദ്ധമായിട്ടുള്ള കൃഷ്ണപ്രേമം ഉദിക്കുന്നു, അല്ലേ? നിത്യസിദ്ധ കൃഷ്ണപ്രേമ സാധു കബുനായി ശ്രവണാദി ചിത്തഹോയത്തെ കരയെ ഉദിക്കും എന്ന് പറയുന്നത്. ഇതെല്ലാം അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്. അതാണ് ശ്രീല പ്രഭുപാദ് ഒരു കാര്യം കൊണ്ട് ഇവിടെ പറയുന്നു. ഈ സന്യാസിമാരോ അല്ലെങ്കിൽ അങ്ങനെ, അതായത് എല്ലാം ഉപേക്ഷിച്ച് പോവുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഉദ്ദേശം നല്ലതാണ്. പക്ഷേ ആ ഒരു ഉദ്ദേശം ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. പിന്നെ നമ്മൾ സന്യാസി വേഷം ധരിച്ചിട്ടോ അല്ലെങ്കിൽ സന്യാസിയാണെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. ബേസിക്കലി ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, സന്യാസി എന്ന് പറഞ്ഞാൽ വേഷമല്ല, ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എല്ലാവിധ അറ്റാച്ച്മെൻറ്റിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ആൾ എന്നുള്ളതാണ്. അത് വീട്ടിലിരുന്നിട്ടും സാധിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അതാണ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് പെർഫെക്ഷൻ? ശില പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ആത്മീയ പാതയിൽ പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളത്. പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുക. അപ്പോൾ കാട്ടിലേക്ക് പോവുക എന്ന് പറയുന്ന ഉദ്ദേശം എന്താണ്? ബേസിക്കലി ഒന്ന്, ആരുടെ ശല്യമില്ല എന്നുള്ളതൊരു കാര്യം. രണ്ടാമത്തെ, അവിടെ ആരുമില്ല, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ആരുമില്ല ഭഗവാൻ അല്ലാതെ വേറെ ആരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തി ഭഗവാനെ ആശ്രയിക്കുന്നു, അല്ലേ? അതിനൊരു അവസരമാണ് കാട്ടിലേക്ക് പോകുമ്പോൾ. ആക്ച്വലി നമുക്ക് സാധിക്കില്ല, ബിക്കോസ് അതിന് അത്രമാത്രം മനസ്സിന് ശക്തിയൊക്കെ ഉള്ള ആളുകൾക്ക് സാധിക്കുള്ളൂ. നമ്മളെപ്പോലുള്ള ആൾക്കാർ കാട്ടിൽ പോകാൻ തന്നെ സാധിക്കില്ല. കാര്യം നമുക്ക് പേടിയുണ്ടാവും, പുലി വരുമോ, സിംഹം വരുമോ, പാമ്പ് കടിക്കുമോ, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മളെപ്പോലുള്ളവർക്ക് പറ്റുന്നതല്ല കാട്ടിലേക്ക് പോകലൊന്നും. കാര്യം അത്രമാത്രം ഭഗവാനിൽ ആശ്രിതനായിട്ടുള്ളൊരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. ആ പേടിയില്ലാത്തൊരു വ്യക്തിക്കല്ലേ സാധിക്കുകയുള്ളൂ. ഭഗവാനെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തിക്ക്. ഇല്ലെങ്കിൽ സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് സാധിക്കുന്ന കാര്യം എന്താണ് ഇപ്പോൾ സാധിക്കുന്നത്? നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് സാധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക, ഭഗവാന്റെ ഭക്തരുമായിട്ട് സംഘം കൂടി ഇതെല്ലാം നാമജപം, ഭാഗവതം, ഭഗവത്ഗീത എല്ലാം ചർച്ച ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ ഭഗവാൻ ആ ഉള്ളിലുള്ള ഭഗവാനെക്കുറിച്ചുള്ള ആ ഒരു ഗോഡ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ കൃഷ്ണ കോൺഷ്യസ്നെസ്, ആ ഒരു അവബോധത്തെ നമ്മൾ ഉണർത്തിയെടുക്കുന്നു, അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച്. അതാണ്. അതുകൊണ്ട് ഇതേപോലെയുള്ള വിതുരരെ പോലുള്ള ശുദ്ധഭക്തരുടെ ഒരു സംഘം നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും, ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും, ഏത് സാഹചര്യത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഈ ഭഗവത് മാർഗത്തിൽ അല്ലെങ്കിൽ ഈ അവബോധത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. അത്രയും ശക്തിയുണ്ട്, അത്രയും പവറുണ്ട് വിതുരരെ പോലെ വരിഷ്ഠരായിട്ടുള്ള ഭക്തർക്ക്. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ സക്സസ് ആണ്. ഇവിടെ ശീലപ്രഭുപാദി നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്
നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നരോത്തമരായി മാറുന്നു നമ്മൾ ഓരോരുത്തരും. അതാണ് ശീലപ്രഭാത് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ശ്ലോകം. അദോചിതിം അദോദിചിം അദോദീചീം ദിശം യാതു സ്വൈർ അജ്ഞാതഗതിർഭവാൻ ഇതോ ഋത്വാക് പ്രായശ കാല പുംസാം ഗുണ വികർഷണഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അധോ ദീചിം ദിശം യാതു സ്വൈരജ്ഞാത ഗതിർഭവാൻ ഇതോർവാക് പ്രായശ കാല പുംസാം ഗുണവികർഷണഃ. ഹരേ കൃഷ്ണ. അതോ ദീജിം ദിശം യാതു സ്വൈരജ്ഞാതഗതിർഭവാൻ ഇതോർവാക് പ്രായശ്ച കാലഃ പുംസാം ഗുണവികർഷണഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. അധോ ദീജിം ദിശം യാതു സ്വൈരജ്ഞാതഗതിർഭവാൻ ഇതോർവാക് പ്രായശഃ കാല പുംസാം ഗുണവികർഷണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അധോ ദീചീം ദിശം യാതു സ്വൈരജ്ഞാതഗതിർഭവാൻ ഇതോർവാക് പ്രായശ കാല പുംസാം ഗുണവികർഷണഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അധോ ദീചീം ദിശം യാതു സ്വൈരജ്ഞാതഗതിർഭവാൻ ഇതോർവാക് പ്രായശഃ കാല പുംസാം ഗുണവികർഷണഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. വായിക്കട്ടെ. വായിക്കൂ. വിവർത്തനം ഭാവാർത്ഥം മേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മനുഷ്യരുടെ സദ്ഗുണങ്ങൾ ക്ഷയിക്കുന്ന കാലം വരെ കാത്തു നിൽക്കാതെ ദയവായി എത്രയും വേഗം അങ്ങയുടെ ബന്ധുജനങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ ഉത്തരദിശയിലേക്ക് ഗമിച്ചാലും. ഭാവാർത്ഥം: ഒരുവന് ധീരനായി തീർന്ന് അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ പരമക്ഷേമത്തിനായി ഭവനം ഉപേക്ഷിച്ച് യാത്രയായി വിഫലമായ ജീവിതത്തിന്റെ കുറവ് നികത്താൻ കഴിയുന്നു. കലിയുഗം അതിശീഘ്രം ആസന്നമാകുന്നതിനാൽ ഈ മാർഗം താമസം വിന സ്വീകരിക്കുവാൻ വിതുരർ തന്റെ ജ്യേഷ്ഠനെ ഉപദേശിച്ചു. ബദ്ധാത്മാവ് മുമ്പേ തന്നെ ഭൗതിക സംസർഗത്താൽ തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എങ്കിൽ തന്നെയും കലിയുഗത്തിന്മേൽ മനുഷ്യരുടെ സദ്ഗുണങ്ങൾ അത്യന്തം നിന്ദ്യമായ നിലയിലേക്ക് അധപ്പതിക്കും. കലിയുഗം ആഗതമാകുന്നതിന് മുമ്പ് ധൃതരാഷ്ട്രർ കൊട്ടാരം ഉപേക്ഷിച്ച് വിജനമായ അജ്ഞാത സ്ഥലത്തേക്ക് യാത്രയാകണമെന്ന് വിതുരർ ഉപദേശിച്ചു. എന്തെന്നാൽ വിതുരരാൽ സൃഷ്ടിക്കപ്പെട്ട പരിസ്ഥിതിയിൽ നിന്നും സംജാതമായ വികാരവും ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള വിതുരരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും സമുപസ്ഥിതമായി കൊണ്ടിരിക്കുന്ന കലിയുഗത്തിന്റെ പ്രഭാവത്താൽ ക്രമേണ മങ്ങിയും ക്ഷയിച്ചും അപ്രത്യക്ഷമാകും. പരമദിവ്യോത്തമ പുരുഷനെ പരിപൂർണമായും ആശ്രയിക്കുന്ന ഒരാളെ ഉത്തമ മനുഷ്യനായി ഗണിക്കുന്നു. ഒരു സാധാരണ വ്യക്തിക്ക് ഇത് സാധ്യമല്ല തന്നെ. എല്ലാവിധ പാപകർമ്മങ്ങളിൽ നിന്നും പൂർണ്ണമായും നിർമുക്തനായ ഒരാൾക്ക് മാത്രമേ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ആലംബമായി കരുതാൻ കഴിയുകയുള്ളൂ. ഒരു സന്യാസിയോ അല്ലെങ്കിൽ നരോത്തമനോ ആയിത്തീരാൻ അസാധ്യമാകുന്നുവെങ്കിൽ കുറഞ്ഞപക്ഷം ആരംഭത്തിൽ ഒരു ധീരനെങ്കിലും ആയിത്തീരാൻ വിതുരർ ധൃതരാഷ്ട്രയെ ഉപദേശിച്ചു. ആത്മസാക്ഷാത്കാര പാന്താവിൽ നിർബന്ധ ബുദ്ധിയോടെ പരിശ്രമിക്കുന്ന ഒരാൾ ധീരൻ എന്ന പദവിയിൽ നിന്നും നരോത്തമൻ എന്ന പദവിയിലേക്ക് ഉയരുന്നു. ദീർഘകാലത്തെ യോഗാനുഷ്ഠാനത്തിനു ശേഷം മാത്രമേ ധീര അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. എന്നാൽ സന്യാസത്തിന്റെ ആരംഭ നിലയായ ധീര പദവിയിൽ വർത്തിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ വിതുരരുടെ അനുഗ്രഹത്താൽ ഈ അവസ്ഥ നിഷ്പ്രയാസം ഉടനെ കൈവരിക്കാം. സന്യാസം പരമഹംസ പദവിയിലേക്കുള്ള അഥവാ ഭഗവാന്റെ ശ്രേഷ്ഠ ഭക്തനായി തീരാനുള്ള ആദ്യപടിയാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു, വിതുരർ പറയുന്നു ധൃതരാഷ്ട്രോട്, ഇനി താമസിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, ഉടനെ പൊക്കോളൂ, ഉടനെ വടക്കോട്ട് നടന്നോളൂ എന്ന് പറയുന്നത്. ഇനി കാത്തു നിൽക്കേണ്ട, മറ്റുള്ള ബന്ധുജനങ്ങൾ അറിയുന്നേക്കാൾ മുമ്പ് ഇനിയും നിങ്ങളുടെ നല്ല എന്തെങ്കിലും കുറച്ചെങ്കിലും നല്ല ക്വാളിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ഷയിക്കുന്നതിന് മുമ്പ് ഓടിക്കോളൂ, പൊക്കോളൂ എന്നാണ് പറയുന്നത്.
താമസിക്കരുത് എന്നാണ് ധൃതരാഷ്ട്രോട് പറയുന്നത് വിതുരർ. ഭാവാർത്ഥത്തിൽ ശിലോപ്രഭാജി പറയുന്നു, നമ്മൾ കഴിഞ്ഞ ഭാവാർത്ഥത്തിൽ വായിച്ചിരുന്നു, ധീര, സന്യാസി, ഭക്തൻ, അല്ലേ, പരിശുദ്ധ ഭക്തൻ, അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർ, 3 കാറ്റഗറൈസേഷൻ പറയുന്നു. ഇവിടെ ശിലോപ്രഭാത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ സ്റ്റേജാണ് ധീര, പിന്നെ സന്യാസി, മൂന്നാമത്തെ അഡ്വാൻസ്ഡ് സ്റ്റേജാണ് ഡിവോട്ടി എന്ന് പറയുന്നത്, അല്ലേ. ഇവിടെ ധൃതരാഷ്ട്ര ധീര എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഭാവത്തിൽ നമ്മൾ വായിച്ചു, അതായത് വീട് വിട്ട് പോയി കഴിഞ്ഞാലും വിഷമമില്ലാത്ത ആൾ, അത്രയേ ഉള്ളൂ ധീര, അതിനപ്പുറത്തേക്കായിട്ടില്ല. സന്യാസി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി എല്ലാ ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും ഉപേക്ഷിച്ച ഒരു വ്യക്തി. മൂന്നാമത്തെ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന ആൾ. അപ്പോൾ ആ 3 സ്റ്റേജസ് ആണ് പറയുന്നത്. ഇവിടെ ധൃതരാഷ്ട്രയെ സംബന്ധിച്ച് ആദ്യം വിതുരർ പറയുന്നത് വീട് വിട്ട് പൊക്കോളൂ, ബാക്കിയൊന്നും ഇനി നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ധീര എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് എങ്കിലും സ്വീകരിക്കൂ എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള സന്യാസം എടുക്കാനുള്ള ആ ഒരു മെച്യൂരിറ്റി ഇപ്പോൾ തൽക്കാലം ധൃതരാഷ്ട്രക്കായിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം വീട് വിട്ടു പോകൂ, ബാക്കി നോക്കാം എന്നുള്ള രീതിയിൽ. അതാണ് ഇപ്പോൾ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ്. അങ്ങനെ വിതുരർ പറയുന്നു ധൃതരാഷ്ട്രോട്. അപ്പോൾ നരോത്തമ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുക എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്ന അവസ്ഥയാണ്. ആ സ്റ്റേജിലേക്ക് എന്തായാലും ധൃതരാഷ്ട്ര എത്തിയിട്ടില്ല അപ്പോൾ, അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീടെങ്കിലും ഉപേക്ഷിച്ച് പോകും എന്നാണ് പറയുന്നത്. അങ്ങനെ സ്ലോലി ഗ്രാജുവലി അദ്ദേഹത്തിന് ട്രാൻസ്ഫോർമേഷൻ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ശീലപ്രഭാത് ഇവിടെ ഭാവത്തിൽ പറയുന്നത്, ഈ ധീര എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ തന്നെ ഒരുപാട് കാലങ്ങളെടുക്കും. യോഗാഭ്യാസത്തിലൂടെയൊക്കെയാണ് ആളുകൾ എത്തുന്നത്. എന്നാൽ വിതുര മഹാത്മാവിനെ പോലെ പരിശുദ്ധരായിട്ടുള്ള ഭക്തരുടെ സംഘം കിട്ടുവാണെങ്കിൽ ആ കൃപ കൊണ്ട് ഈ ഒരു സ്റ്റേജിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും. ധൃതരാഷ്ട്രർക്ക് എങ്ങനെ സാധിച്ചു അതേപോലെ. ധൃതരാഷ്ട്ര യോഗയൊന്നും ചെയ്തിട്ടില്ല, അല്ലേ. വിതുരരുടെ ഉപദേശം കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതുവരെ കേട്ടിട്ടില്ല, ഇനി കേൾക്കാൻ പോകുന്നു. ആ ഒരു മഹാസൗഭാഗ്യം അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് അദ്ദേഹത്തിന് വീട് ഉപേക്ഷിച്ച് പോകാനുള്ള ആ ഒരു അദ്ദേഹത്തിന് സാധിക്കുന്നു. അതാണ് ശിലോപ്രഭാത് പറയുന്നു. സന്യാസം എന്ന് പറയുന്ന സ്റ്റേജ് അടുത്ത സ്റ്റേജാണ്. അത് പരമഹംസം എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ഡിവോട്ടി, പരിശുദ്ധനായിട്ടുള്ള ഭക്തൻ. ആ ഒരു സ്റ്റേജിലെത്തുന്നേക്കാൾ മുമ്പുള്ള, അല്ലെങ്കിൽ പരമഹംസ അല്ലെങ്കിൽ നരോത്തമൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുന്നേക്കാൾ മുമ്പുള്ള ഒരവസ്ഥയാണ് സന്യാസം എന്ന് പറയുന്നത്. എല്ലാം ഉപേക്ഷിച്ച, ഭൗതികമായിട്ടുള്ള എല്ലാ അറ്റാച്ച്മെൻറ്റിനും ഉപേക്ഷിച്ചിട്ടുള്ള അവസ്ഥ. അപ്പോൾ ആ ഒരു 3 ലെയേഴ്സ് അല്ലെങ്കിൽ 3 ലെവൽസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ധൃതരാഷ്ട്രോട് അറ്റ്ലീസ്റ്റ് ആദ്യത്തെ പടി സ്വീകരിക്കാൻ പറയുകയാണ് വിതുരർ. ബാക്കി ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നടക്കും എന്നുള്ള ഉറപ്പ് വിതുരർക്കുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, അതാണ് 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 29 നോക്കാം. ഏവം രാജ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിത ആജമീഡഃ ചിത്വാ സ്വേഷു സ്നേഹ പാശാൻ ദ്രദിബ്നോ നിശ്ചക്രാമ ഭ്രാതർ സന്ദർശിതാദവ. ഓ കൃഷ്ണ, സന്ദർശിതാധവ. ഓക്കെ. ഏവം രാജ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിത ആജമീഡഃ ചിത്വാ ശ്വേഷു സ്നേഹ പാശാൻ ദ്രദിബ്നോ നിശ്ചക്രാമ ഭ്രാതൃ സന്ദർശിതാത്വ. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതി വാസുദേവായ. ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിത ആജമീഡഃ ചിത്വാ സ്വേഷു സ്നേഹപാശാൻ ദൃഢമിനോ
നിശ്ചക്രാമഭാദ്രസന്ദർശിതാത്വാ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭുജി. एवं राजा विदुरेणानुजेन प्रज्ञा चक्षुर्बोधित आजमीडः चित्वा स्वेषु स्नेहपाशान्द्रडिम्नो निचक्राम भ्रातृसंदर्शिदाद्वा. हरे कृष्ण. हरे कृष्ण. एवं राजा विदुरेणानुजेन प्राज्ञा चक्षुर्बोधित आजमीडः चित्वा स्वेषु स्नेहपाशान्तडिम्नो निश्चक्रामा भ्रातु संदर्शितात्वाः. हरे कृष्ण. हरे कृष्ण प्रभु. एवं राजा विदुरेणानुजेन प्रज्ञाचक्षुर्बोधित आजमीडः चित्वा स्वेषु स्नेहपाशान् दृढिन्यो निश्चक्रामा भ्रातृ संदर्शिदाद्वा. हरे कृष्ण प्रभु. हरे कृष्ण. ओम नमो भगवते वासुदेवाय. एवं राजा विदुरेणानुजेन प्रज्ञाचक्षुर्बोधिता आजमीढः चित्वा स्वेषु स्नेहपाशान् दृढिम्नो निश्चक्रामा भ्रातु संदर्शिदात्वा. हरे कृष्ण प्रभु. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം വായിക്കട്ടെ പ്രഭു. വായിക്കൂ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്രകാരം അന്തർമുഖമായ ജ്ഞാനത്താൽ പ്രജ്ഞ, അചഞ്ചലമായ ബോധ്യമേർപ്പെട്ട അജമീഡ വംശജനായ മഹാരാജാവ് ധൃതരാഷ്ട്രർ തന്റെ ദൃഢനിശ്ചയത്താൽ കുടുംബസ്നേഹത്തിന്റെ ഗാഠബന്ധത്തെ തൽക്ഷണം ഛേദിച്ചു. അങ്ങനെ അദ്ദേഹം തന്റെ അനുജനായ വിദുരരുടെ നിർദ്ദേശപ്രകാരം മോക്ഷമാർഗത്തിൽ ചരിക്കുവാനായി ഉടൻ തന്നെ കൊട്ടാരം ഉപേക്ഷിച്ചു. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവത തത്വങ്ങളുടെ പ്രചാരകനായ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു സാധുസംഘം, അതായത് പരിശുദ്ധ ഭഗവത് ഭക്തരുമായുള്ള സംസർഗത്തിന്റെ പ്രാമുഖ്യത്തെ കുറിച്ച് ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഒരു പരിശുദ്ധ ഭക്തനുമായുള്ള ഒരു നിമിഷത്തെ സംഘം കൊണ്ടുപോലും ഒരാൾ എല്ലാ പരിപൂർണതയും പ്രാപ്തമാക്കുന്നു എന്ന് അദ്ദേഹം അരുളി ചെയ്തു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഈ സത്യം അനുഭവവേദ്യമായിട്ടുണ്ടെന്ന് അംഗീകരിക്കുന്നതിന് നമുക്ക് ഒട്ടും മടിയില്ല. ഏതാനും നിമിഷ നേരത്തേക്ക് മാത്രം നീണ്ടുനിന്ന ഞങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ ദിവ്യപൂജ്യ ശ്രീമദ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജാവിനാൽ നാം അനുഗ്രഹീതനായിരുന്നില്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം ആംഗലേയ ഭാഷയിൽ വിവരിക്കുകയെന്ന ബൃഹത്തായ കൃത്യം ഏറ്റെടുക്കുകയെന്നത് നമുക്ക് അസാധ്യമായി തീർന്നേനെ. ആ തക്കതായ നിമിഷത്തിൽ അദ്ദേഹത്തെ ദർശിച്ചിരുന്നില്ലെങ്കിൽ നാം വളരെ വലിയ വ്യവസായ പ്രമുഖനായി തീർന്നിരിക്കാം. എന്നാൽ മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കാനോ അദ്ദേഹത്തിന്റെ ഉപദേശാനുസരണം ഭഗവാന്റെ യഥാർത്ഥ സേവനത്തിൽ വ്യാപൃതനാകുവാനോ ഒരിക്കലും കഴിയുമായിരുന്നില്ല. വിദുരരുടെ സംസർഗത്താൽ ധൃതരാഷ്ട്രർക്ക് സംഭവിച്ചത് ഇവിടെ മറ്റൊരു പ്രായോഗിക ദൃഷ്ടാന്തമാണ്. രാഷ്ട്രീയം, സാമ്പത്തികം, കുടുംബബന്ധം എന്നീ ഭൗതിക ആസക്തിയുടെ പാശബന്ധത്തിൽ ദൃഢമായി ബന്ധനസ്ഥനായിരുന്ന മഹാരാജാവ് ധൃതരാഷ്ട്രർ അദ്ദേഹത്തിന്റെ പദ്ധതികളുടെ വിജയമെന്ന് പറയപ്പെടുന്നത് നേടുവാനായി തന്നെ കൊണ്ടാവുന്നതൊക്കെയും ചെയ്തു. എങ്കിലും അദ്ദേഹത്തിന്റെ ഭൗതിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ചതൊക്കെയും തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹം നിരാശനായിരുന്നു. ധൃതരാഷ്ട്രരുടേത് പരാജയ നിർഭരമായ ജീവിതമായിരുന്നു. എന്നിരുന്നാലും പരിശുദ്ധ ഭഗവത് ഭക്തനായ ഒരു സാധുവിന്റെ നിർബന്ധിത ഉപദേശങ്ങളാൽ ആത്മസാക്ഷാത്കാരത്തിൽ എല്ലാറ്റിലും ശ്രേഷ്ഠമായ വിജയം അദ്ദേഹം പ്രാപ്തമാക്കി. ആകയാൽ ഒരാൾ മറ്റെല്ലാ തരത്തിലുള്ള സംസർഗങ്ങളെയും നിരാകരിച്ച് സാധുക്കളുമായി മാത്രം സംസർഗത്തിൽ ഏർപ്പെടണമെന്ന് ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. അപ്രകാരം പ്രവർത്തിക്കുന്ന പക്ഷം ഭൗതിക ലോകത്തിലെ മായിക സ്നേഹപാശങ്ങളെ കഷ്ണങ്ങളാക്കി ഛേദിക്കുവാൻ കഴിവുള്ള സാധുക്കളെ ശ്രവിക്കുവാൻ ധാരാളം അവസരം ലഭിക്കുന്നു. ഈ ഭൗതിക ലോകത്തെ സർവ്വതും സ്പഷ്ടമായ യാഥാർത്ഥ്യമായി കാണപ്പെടുന്നു. എന്നാൽ അടുത്ത നിമിഷം സമുദ്രത്തിലെ ഭംഗിയുള്ള നുര പോലെയും ആകാശത്തിലെ മേഘത്തെ പോലെയും അവ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. തന്നിമിത്തം ഭൗതിക ലോകം ഒരു മഹാമായയാണെന്നത് പരമാർത്ഥമാകുന്നു. ആകാശത്തിലെ മേഘം യാഥാർത്ഥ്യമായി കാണപ്പെടുന്നു. എന്തെന്നാൽ അത് വർഷിക്കുന്നു. ആ മഴ മൂലം താൽക്കാലികമായ നിരവധി പച്ചപ്പുകൾ പൂടമാകുന്നു. എന്നാൽ ആത്യന്തികമായി സർവ്വതും മേഘവും മഴയും പച്ചപ്പുമെല്ലാം കാലക്രമേണ ഇല്ലാതാകുന്നു. എന്നാൽ ആകാശവും ആകാശത്തിന്റെ വിഭിന്നതയും അഥവാ ജ്യോതിർഗോളങ്ങളുമൊക്കെ ചിരസ്ഥായിയായി നിലനിൽക്കുന്നു. അതേപോലെ ആകാശത്തോട് ഭൂമിക്കാവുന്ന നിരപേക്ഷ സത്യം സ്ഥായിയായി നിലനിൽക്കുന്നു. താൽക്കാലികമായ മേഘം കണക്കെയുള്ള മായ വന്നും പോയുമിരിക്കുന്നു. മൂഢജീവാത്മാക്കൾ താൽക്കാലികമായ മേഘത്തിൽ ആകർഷിതരാകുന്നു.
എന്നാൽ ബുദ്ധിമാന്മാർ എല്ലാവിധ വൈവിധ്യങ്ങളും അടങ്ങുന്ന സനാതനമായ ആകാശത്തിൽ കൂടുതൽ താല്പര്യം കാട്ടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അങ്ങനെ ധൃതരാഷ്ട്ര ഇതെല്ലാം കേട്ട്, വിതുരരുടെ ഉപദേശം എല്ലാം കേട്ട് അദ്ദേഹം വീട് ഉപേക്ഷിച്ച് പോകുന്നു. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ദൃഢനിശ്ചയത്തോടുകൂടി പോകുന്നു. കാര്യം വിതുരർ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം മുക്തിയുടെ പാത പിന്തുടർന്നാണ് പോകുന്നത് വിതുരരുടെ നിർദ്ദേശപ്രകാരം എന്ന് പറയുന്നു ശ്ലോകത്തിൽ. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ചൈതന്യ മഹാപ്രഭു ശ്രീമദ് ഭാഗവതത്തിലെ തത്വങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം അതിൽ വെച്ച് പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? സാധു സംഘത്തെക്കുറിച്ച്, ശുദ്ധ ഭക്തരുമായിട്ടുള്ള സംഘം. അതിലൂടെ നമുക്ക് സർവ ശുദ്ധിയും അല്ലെങ്കിൽ ശുദ്ധീകരണവും നടക്കുന്നു, പെർഫെക്ഷനിലേക്കും എത്തുന്നു. സാധു സംഘ സർവശാസ്ത്ര ഹോയ്, ലവമാത്ര സാധു സംഘ സർവസിദ്ധി ഹോയ്. സർവസിദ്ധി ലവമാത്ര സാധു സംഘ, ഒരു ലവ അതായത് ഒരു നിമിഷം കിട്ടിയാലും, അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തനുമായിട്ടുള്ള ഒരു അസോസിയേഷൻ ഒരു നിമിഷം കിട്ടിയാൽ പോലും അത് സർവസിദ്ധി ഹോയ്, സർവസിദ്ധികളും നമുക്ക് തരുന്നു. അതായത് ഭക്തിയിൽ പോകാനുള്ള എല്ലാ ശക്തിയും അനുഗ്രഹവും കിട്ടുന്നു. അതാണ്, ഒരുപാട് ശക്തിയുണ്ട് സാധു സംഘത്തിന്. നമുക്കറിയാം എങ്ങനെയാണ് മൃഗാരി ശ്രീപാദ് നാരദമുനിയുടെ സംഘത്തിലൂടെ മൃഗാരി ശുദ്ധഭക്തനായി മാറുന്നു. നാരദമുനിയുടെ സംഘത്തിലൂടെ വേട്ടക്കാരനായിട്ടുള്ള വാൽമീകി, അദ്ദേഹം വാൽമീകി മുനിയായി മാറുന്നു. പിന്നെ ശ്രീപാദ് നാരദമുനിയുടെ സംഘം കൊണ്ട് നളകുബേര, മണിഗ്രീവ, ഇവർ രണ്ടുപേരും കുബേരൻ്റെ മക്കളായിരുന്നു. ഭൗതിക തലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥാനമുള്ളവരായിരുന്നു, ഒരുപാട് ഐശ്വര്യമുള്ള ആളുകളായിരുന്നു. പക്ഷേ അവർക്ക് ശാപം കിട്ടുന്നു എന്ന് പറയുന്നത് അനുഗ്രഹമായിരുന്നു. ശരിക്കും ഭഗവാന്റെ വീട്ടിൽ വൃന്ദാവനത്തിൽ അദ്ദേഹത്തിന് മരങ്ങളായിട്ട് മാറാൻ സാധിച്ചു അവർക്ക്, അല്ലെ? ഭഗവാനെ കാണുന്നു എന്നും. അങ്ങനെ അവരും ശുദ്ധഭക്തരായി മാറുന്നു, അല്ലെ? അവരും ശ്രീല ജീവഗോസ്വാമി പറയുന്ന പോലെ മധുഖണ്ഡ സ്നിഗ്ധഖണ്ഡ എന്ന് പറയുന്ന 2 ശുദ്ധഭക്തരായി മാറുന്നു വൃന്ദാവനത്തിൽ, ഗോലക വൃന്ദാവനത്തിൽ അവർക്ക് സ്ഥാനം കിട്ടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ട് കിട്ടി? ഇല്ലെങ്കിൽ അവർക്ക് നാരദമുനിയുടെ ആ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ, ആ അനുഗ്രഹമാവുന്ന ശാപം കിട്ടിയില്ലെങ്കിൽ അവരപ്പോഴും കുബേരൻ്റെ മക്കളായി തന്നെ ഇരുന്നേനെ. കുബേരൻ്റെ മക്കളായിട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ പ്രഭുപാദി അവസാനത്തോടുകൂടി പറയുന്നത്. അതെല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ആകാശം, ഈ താൽക്കാലികമായിട്ടുള്ള ആകാശം കണ്ട് അതിൽ നമ്മൾ അത്ഭുതമായിട്ട് ഇരിക്കുന്ന പോലെ, അതേ ഭൗതികമായിട്ടുള്ള സ്ഥാനമാനങ്ങളാവട്ടെ, പൈസയാവട്ടെ, അതൊക്കെ ഉണ്ടായാൽ നമ്മൾ വിചാരിക്കുന്നു എല്ലാം നേടിയെന്ന്. പക്ഷേ ഒന്നും നേടിയിട്ടില്ല. ശരിക്കും പൂജ്യമാണ് നമ്മൾ. ഭക്തി നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ വട്ടപൂജ്യക്കാരാണ്. ശ്രമ ഏവഹി കേവലം, ഭാഗവതം പറയുന്നു. ഭക്തിയുത സേവനങ്ങൾ ചെയ്തില്ലെങ്കിൽ, നമ്മൾ മനുഷ്യജന്മം കിട്ടിയിട്ട് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വേസ്റ്റാണ്. ഇതാണ് പറയുന്നത്. ഇവിടെ ധൃതരാഷ്ട്രർക്ക് അവസരം കിട്ടുന്നു വിതുരരുടെ സംഘം കാരണം. വിതുരരുടെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന് ചാൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശീലപ്രഭാതം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് സാധു പരിശുദ്ധ ഭക്തരുടെ അസോസിയേഷൻ, സംഘം നമുക്ക് കിട്ടുവാണെങ്കിൽ അത് ഒരിക്കലും വിടരുത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അതിനുവേണ്ടി ഓടണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ മഹാസൗഭാഗ്യമാണ്. അങ്ങനെ അവസരം നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ പാഴാക്കരുത് എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. സാധു സംഘത്തിലൂടെ രക്ഷപ്പെട്ട ആളുകളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലേ? അപ്പോൾ നമ്മളും അതേപോലെ വലിയ പ്രശ്നത്തിലിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് നമുക്കും സാധു സംഘം, പരിശുദ്ധ ഭക്തരുടെ സംഘം ആവശ്യമാണ്. അതുകൊണ്ട് അവസരം നമുക്ക് കിട്ടുവാണെങ്കിൽ, ഒരു സാധു സംഘമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രഭുപാജിയുടെ സംഘത്തിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡെഫിനറ്റ്ലി ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് തീർച്ചയായിട്ടും. സാധു സംഘം കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു പരിശുദ്ധ ഭക്തനെ കാണുന്നു, അല്ലെങ്കിൽ അവരുടെ സംഘം കിട്ടുന്നു,
കൂട്ടത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. കാണുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് അവർ എന്തെങ്കിലും നമ്മളെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെയാവുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. നാരദമുനിയുടെ ശൂദ്രപുത്രൻ മുമ്പുള്ള ജന്മം നോക്കുവാണെങ്കിൽ ശൂദ്രപുത്രനായി ജനിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് സാധുസംഘം കിട്ടി. ആ സാധുസംഘത്തിലൂടെ അദ്ദേഹം പെർഫെക്ഷനിലേക്ക് എത്തി. എന്തുകൊണ്ട് അദ്ദേഹം എത്തി? കാര്യം സാധു ജനങ്ങൾ പറഞ്ഞു കൊടുത്ത, അവരിഷ്ടരായിട്ടുള്ള മഹാഭാഗവതർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നാരദമുനി അത് ഫോളോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അടുത്ത ജന്മത്തിൽ നാരദനായി മാറി അദ്ദേഹം. അല്ലേ? അങ്ങനെയാണ് സംഭവിക്കുന്നത്. മൃഗാരിയുടെ കാര്യം അങ്ങനെ തന്നെ. മൃഗാരി കണ്ടു നാരദമുനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, അതുപോലെ അദ്ദേഹം ചെയ്തു, പെർഫെക്ഷനായി. അപ്പോൾ സാധു സംഘം കണ്ടതുകൊണ്ട് മാത്രം ആവുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങൾ, അവർ നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് നമ്മളെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം തരുവാണെങ്കിൽ അത് ഫോളോവും കൂടെ ചെയ്യണം. അപ്പോഴാണ് പെർഫെക്ഷൻ വരുന്നത്. കണ്ടുകൊണ്ട് മാത്രമാവില്ല. ഓഫ് കോഴ്സ് കാണുന്നതിനും ഒരു ശക്തിയുണ്ട്, ഡെഫിനറ്റ്ലി, സംശയമില്ല. കണ്ടാലും അതിന് ഒരുപാട് പവറുണ്ട്. എന്നാലും ദർശനെ പവിത്രകരോ തുമാരെ ഹേ ഗുൺ. വൈഷ്ണവരെ ദർശനം തന്നെ പവിത്രമാക്കും നമ്മളെ, തീർച്ചയായിട്ടും, സംശയമില്ല. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ അതായത് എത്രയും പെട്ടെന്ന് നമുക്ക് പ്രോഗ്രസ് വരണമെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്നത് ഫോളോവും കൂടെ അനുസരിക്കുകയും കൂടെ ചെയ്യണം, ആചരിക്കുകയും കൂടെ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് പെർഫെക്ഷൻ ആവുന്നത്. അപ്പോൾ ശ്രീല പ്രഭുപാദ് പറയുന്നു, ബുദ്ധിയില്ലാത്ത ആളുകൾ ഇവിടെ കാണുന്ന താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകിൽ ഓടി നടക്കുന്നു. ബുദ്ധിയുള്ളവർ ശരിയായിട്ടുള്ള മാർഗം ഫോളോ ചെയ്ത് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള മാർഗം നോക്കുന്നു. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു, സമയം പാഴാക്കാതെ. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്, ഭാവാർത്ഥത്തിൽ പറയുന്നതൊക്കെ. ഓക്കെ, അപ്പം നമുക്കിവിടെ നിർത്താം. 29. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം की जय. जगतगुरु शिला प्रभुपाद की जय. पतित पावन शिला गुरुदेव की जय. समवेद गौर भक्त वृंद की जय. गौड़ी गुरु वृंद की जय. निताय गौर प्रेमानंद. थैंक यू. हरे कृष्ण. हरे कृष्ण प्रभुजी. थैंक यू. प्रणाम. हरे कृष्ण प्रभुजी, प्रणाम.